നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീചാർഡ് പി സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ജോഗ്രഫിയിലെ കായലുകളും തടാകങ്ങളും എന്ന ഭാഗത്തു നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മാർക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം പൂക്കോട് തടാകമാണ്. വയനാട്ടിലാണ് പൂക്കോട് തടാകം ഉള്ളത്. പനയോല അഥവാ നീരാളിയുടെ ആകൃതിയിലുള്ള തടാകം അഷ്ടമുടിക്കായലാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിൻ്റെ ആകൃതിയിലുള്ള തടാകം ശാസ്താംകോട്ട കായലാണ്. ഹൃദയാകൃതിയിലുള്ള തടാകം മേപ്പാടി. റംസാർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ തണ്ണീർത്തടം ചിൽക്ക. ചിൽക്ക തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി വളർത്തൽ കേന്ദ്രം നൽബാന. ഡെസ്റ്റിനേഷൻ ഫ്ലൈവേഴ്സിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേയൊരു തടാകം ചിൽക്ക തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളാർ തടാകത്തിൻ്റെ പഴയ പേര് മഹാപത്മ സരസ് എന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികൾ എത്തുന്ന തടാകം നൽ സരോവറാണ്. ഗുജറാത്തിലെ നൽ സരോവർ തടാകമാണ്. നക്കി തടാകം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആരവല്ലി. ഹൈദരാബാദിനെയും സിക്കന്ദരാബാദിനെയും വേർതിരിക്കുന്ന തടാകം ഹുസൈൻ സാഗർ. സ്കെലിട്ടൽ ലേക്ക് എന്നറിയപ്പെടുന്ന തടാകം രൂപ്കുണ്ടാണ്. ഉത്തരാഖണ്ഡിലെ രൂപ്കുണ്ട് തടാകമാണ് സ്കെലിട്ടൽ ലേക്ക് എന്നറിയപ്പെടുന്നത്. കൃഷ്ണ ഗോദാവരി ഡെൽറ്റകൾക്കിടയിൽ വ്യാപിച്ചു കിടക്കുന്ന തടാകം കൊല്ലേരു. ഒഴുകുന്ന ദേശീയ ഉദ്യാനമായ കെയ്ബുൾ ലാംജാവോ സ്ഥിതി ചെയ്യുന്ന തടാകം ലോക്തക് തടാകം, മണിപ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം കൻവർ തടാകം, ബീഹാറാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ തടാകമാണ്, അഥവാ റിഹാന്ദ് ഡാം, ഉത്തർപ്രദേശിലെ റിഹാന്ദ് ഡാമിൻ്റെ പേരാണ് ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ എന്നത്. കേരളത്തിലെ ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ച കായൽ അഷ്ടമുടിക്കായൽ. ആശ്രാമം കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായൽ അഷ്ടമുടിക്കായൽ. 1988 ജൂലൈ 8 പെരുമൺ ദുരന്തം നടന്നത് അഷ്ടമുടിക്കായലിലാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുടെ അതിർത്തിയിൽ ഉള്ള കായൽ ഇടവ നടയറ കായലുകളാണ്. കേരളത്തിലെ പ്രകൃതിയാൽ ഉള്ള ഏക ഓക്സ്ബോ തടാകം വൈന്തല തടാകം, തൃശ്ശൂരാണ് കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം. കേരളത്തിലെ ഏറ്റവും തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം വെള്ളായണി കായലാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം അഥവാ ശുദ്ധജല തടാകം പൂക്കോട് തടാകമാണ്. വയനാട്ടിലെ പൂക്കോട് തടാകം. കുട്ടനാട്ടിലെ നെൽകൃഷിയിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിന് വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന ബണ്ട് തണ്ണീർമുക്കം ബണ്ടാണ്. 1975 ബണ്ട് നിർമ്മിച്ചത്. കുട്ടനാട്ടിലെ നെൽകൃഷിയിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിന് വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന ബണ്ട് തണ്ണീർമുക്കം ബണ്ട് 1975. കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണ തോട്ടപ്പള്ളി സ്പിൽവേ. 1955 നിർമ്മിച്ചതാണ് തോട്ടപ്പള്ളി സ്പിൽവേ. വേമ്പനാട്ട് കായൽ 26 കിലോമീറ്റർ ദൂരം നീന്തി ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ ഭിന്നശേഷിക്കാരനായ മലയാളി ബാബുരാജ് ടി ദിവാകരൻ. അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ലയിലാണ്. അടുത്ത ചോദ്യം. വേമ്പനാട്ടു കായലിൽ സർവീസ് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ട് ആദിത്യയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ സോളാർ ബോട്ട്. വൈക്കം മുതൽ തവണക്കടവ് വരെയാണ് സഞ്ചാരം റൂട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം കൊച്ചി. ആലപ്പുഴ ജില്ലയിലെ കൈതപ്പുഴ കായൽ ഏത് കായലിൻ്റെ ഭാഗമാണ്? വേമ്പനാട്ട് കായലിൻ്റെ ഭാഗമാണ് ആലപ്പുഴ ജില്ലയിലെ കൈതപ്പുഴ കായൽ. സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശം കുട്ടനാടാണ്. ഇന്ത്യയിലെ തന്നെ പ്രദേശമാണ് കുട്ടനാട്. തണ്ണീർമുക്കം ബണ്ടിൻ്റെ സാധ്യതയെക്കുറിച്ച് പഠിച്ച കമ്മിറ്റി KL റാവു കമ്മിറ്റിയാണ് തണ്ണീർമുക്കം ബണ്ടിൻ്റെ സാധ്യതയെക്കുറിച്ച് പഠിച്ച കമ്മിറ്റി. അടുത്ത ചോദ്യം. കേരദ്വീപ് എന്ന് അറിയപ്പെടുന്ന തടാകം ദുംബൂർ തടാകം. ത്രിപുരയിലെ ദുംബൂറാണ് കേരദ്വീപ് എന്നറിയപ്പെടുന്ന തടാകം. ഉമിയാം തടാകം മേഘാലയയിലാണ്. ചോലാമു തടാകം സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. പുലിക്കെട്ട്, കൊല്ലേരു തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. പുലിക്കെട്ടും കൊല്ലേരുവും ആന്ധ്രാപ്രദേശ്. കശ്മീരിൻ്റെ കിരീടം എന്ന് അറിയപ്പെടുന്ന തടാകമാണ് ദാൽ തടാകം.
ദാൽ തടാകത്തിലെ ഹൗസ് ബോട്ടുകൾ അറിയപ്പെടുന്നത് ഷിഖാര എന്നാണ്. ദാൽ തടാകത്തിലെ ഹൗസ് ബോട്ടുകൾ അറിയപ്പെടുന്നത് ഷിഖാര. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച തടാകം, പൂർണ്ണമായും വൈഫൈ കണക്ടിവിറ്റിയുള്ള ലോകത്തിലെ ആദ്യ തടാകം എന്നിങ്ങനെ വിശേഷണങ്ങളുള്ളത് ദാൽ തടാകത്തിനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചതും പൂർണ്ണമായും വൈഫൈ കണക്ടിവിറ്റി ഉള്ള ലോകത്തിലെ ആദ്യ തടാകവും ദാൽ തടാകമാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്, തടാകങ്ങളെക്കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളാണ്, ഇന്ത്യൻ ജിയോഗ്രഫി ഭാഗത്ത് വരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക്